എന്താണ് ഈ സമരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? കാരണം ഒരു മദ്യനിരോധന സമരം ഒരിക്കലും വിജയിക്കില്ല എന്നുള്ളത് ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയണം. കാരണം ഇത് ഒരിക്കലും വിജയിക്കാൻ പോകുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ കളക്ടറേറ്റ് മുമ്പിൽ കുറെ ദിവസങ്ങളായിട്ട് ഈ അനിശ്ചിതകാല സമരത്തിൽ ഇരിക്കുന്നത് എന്നതാണ് ചോദിക്കാനുള്ളത്. നമസ്കാരം ഇമ്രാൻ. മദ്യനിരോധന സമരം ഒന്നും ഇതുവരെ പരാജയപ്പെട്ടിട്ടില്ല. പോകുന്നുവോ അത്രയും അത് വിജയത്തിലെത്തുകയാണ്. പിന്നെ പരിപൂർണ വിജയം ആത്യന്തികമായി ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത് സമ്പൂർണ്ണ മദ്യനിരോധനമാണ്. സമ്പൂർണ്ണ മദ്യനിരോധനം പെട്ടെന്നൊന്നും സാധ്യമാകില്ലെന്ന ആളുകളുടെ ധാരണ. പക്ഷെ ഇപ്പോൾ ഞങ്ങൾ ഇരിക്കുന്നത് പ്രധാനമായും രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. നമ്മുടെ ഓരോ പ്രദേശത്തും മദ്യഷാപ്പുകൾ, ബാറുകൾ, അബ്കാരി സ്ഥാപനങ്ങൾ വരുന്നതിനെ ചെറുക്കാൻ അതത് നാട്ടുകാർക്ക് പഞ്ചായത്ത്, മുനിസിപ്പൽ കോർപ്പറേഷൻ മെമ്പർ, കൗൺസിലർമാരിലൂടെ പ്രയോഗിക്കാൻ ഒരു അധികാരമുണ്ടായിരുന്നു. ഒരു പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ കോർപ്പറേഷനോ ഈ പ്രദേശത്ത് മദ്യം വേണ്ട, മദ്യസ്ഥാപനങ്ങൾ വേണ്ട എന്ന് ഭൂരിപക്ഷം അംഗങ്ങൾ ആവശ്യപ്പെട്ടാൽ അവിടെ ഒരു മദ്യശാലയെ സ്ഥാപിക്കരുതെന്നായിരുന്നു ആ നിയമം. നമ്മുടെ പഞ്ചായത്ത് രാജ് നഗരപാലിക നിയമങ്ങളിൽ ഉണ്ടായതാണ്. അത് കരുണാകരൻ CT അഹമ്മദ് അലി സർക്കാരാണ് ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. അതോടുകൂടി മദ്യശാലകൾ തുറക്കാൻ ഈ വിവരം അറിയുന്ന ജനങ്ങൾ എതിർത്തു. അറിവുള്ളവർക്കല്ലേ നന്മയുടെ മാർഗത്തിൽ പോകാനാവും. ആദ്യമായി അക്ഷര നഗരിയായ കോട്ടയത്താണ് മദ്യഷാപ്പുകൾക്കെതിരെ ചെറുത്തുനിൽപ്പ് വന്നത്. പിന്നീട് അധികാരത്തിൽ വന്ന നായനാർ സർക്കാർ, മദ്യ മുതലാളിമാർക്ക് വേണ്ടി തന്നെ LDF സർക്കാർ ഈ നിയമം അട്ടിമറിച്ചു. അതിൽ പിന്നെ കണ്ടമാനം മദ്യഷാപ്പുകൾ വരാൻ തുടങ്ങി. അവസാനം ഞങ്ങൾ 2008 മെയ് 1 തൊഴിലാളി ദിനമാണ്. തൊഴിലാളികൾ അധികം കുടിച്ചു മരിക്കുന്ന തൊഴിലാളി വർഗമാണ് വലുത്. ആ തൊഴിലാളികൾക്ക് വേണ്ടി തന്നെ മന്മഥൻജിയുടെ ജന്മദിനമാണ്. മന്മഥൻജി പ്രസ്ഥാനത്തിൻ്റെ നേതാവായിരുന്നു. അന്ന് ഞങ്ങൾ അനിശ്ചിതകാല സമരം തുടങ്ങി. ഒന്ന് തിരുവനന്തപുരത്തും ഒന്ന് കണ്ണൂരും. പഞ്ചായത്തി രാജിൽ നിന്നും നഗരപാലിക ആക്ടിൽ നിന്നും കവർന്നെടുത്തൊരു ജനാധികാരം, മദ്യനിരോധന ജനാധികാരം തിരിച്ചു നൽകൂ സർക്കാരെ, അത് തിരിച്ചു തന്നേ മതിയാവൂ. അതായിരുന്നു ആവശ്യം. തിരുവനന്തപുരത്ത് 50 ദിവസവും അതുപോലെ കണ്ണൂരിൽ 100 ദിവസവും സമരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു വകൈ ഉണ്ടായി. ഇന്ത്യയിൽ 54 മുസ്ലിം ഭൂരിപക്ഷ ജില്ലകളിൽ പ്രമുഖമാണ് മലപ്പുറം. അവിടെയാണ് ഇന്ത്യയിൽ ഏറ്റവും അധികം ഖുർആൻ വായിക്കപ്പെടുന്നത്. ഖുർആനാണ് അവസാനമായി മദ്യത്തിനെതിരെ അതികർശനമായ വിലക്കുകളും കൽപ്പനകളും ഇറക്കിയത്. ഖുർആൻ ഏതൊരു റസൂലിനാലാണോ ലോകം കേട്ടത്, ആ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മദ്യം സകല തിന്മകളുടെയും പെറ്റമ്മയും പോറ്റമ്മയുമാണ്. റസൂൽ പിന്നെയും പറഞ്ഞു, മദ്യം സകല തിന്മകളുടെയും താക്കോലാണ്. റസൂലിൻ്റെ ബന്ധുവായി സന്തത സഹചാരിയായി നടന്ന ഹസ്രത്ത് അലി പറഞ്ഞു, മദ്യം വ്യഭിചാരത്തെയും മോഷണത്തെയും കാൾ നികൃഷ്ടമാണ്. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, മദ്യശാല വ്യഭിചാരശാലകളെക്കാൾ നികൃഷ്ടമാണ്. മദ്യശാല കൊള്ളക്കാരുടെ, കള്ളന്മാരുടെ സങ്കേതമാണ്, മോഷണക്കാരുടെ. ഇതൊക്കെ പ്രതീക്ഷയാണ് ഞങ്ങൾ മലപ്പുറത്ത് 2008 ആഗസ്റ്റ് 21 വന്നു. അന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അരിമ്പ്ര മുഹമ്മദ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്ത് അദ്ദേഹം പറഞ്ഞു, ഈ നിയമം തിരിച്ചു കിട്ടിയാൽ ആദ്യത്തെ മദ്യമുക്ത ജില്ല മലപ്പുറമായിരിക്കും. അങ്ങനെ സമരം 953 ദിവസം നീണ്ടുപോയി. കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇവിടെ ഏറനാട് ഇൻ എന്ന് പറയുന്ന ബാറിനെതിരെ യൂത്ത് ലീഗ് നടത്തിയ സമരത്തിൽ ഞങ്ങളുടെ ജാഥ സംഗമിച്ചു. കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞു, UDF അധികാരത്തിൽ വന്നാൽ ഓരോ പ്രദേശത്തും മദ്യഷാപ്പുകളെ തടയാനുള്ള അധികാരം പുനഃസ്ഥാപിക്കും. ചന്ദ്രിക 7 കോളം ഹെഡിങ്ങൾ എഴുതി, എല്ലാ പത്രവും എഴുതി. 953-ാമത്തെ ദിവസം ആ സമരം ഞങ്ങൾ അവസാനിപ്പിക്കുന്ന UDFൻ്റെ വാക്കോടുകൂടിയാണ്. അവർ വാക്കു തന്നു, കുഞ്ഞാലിക്കുട്ടി സുധീരനും, ഞങ്ങൾ ജയിച്ചാൽ ഈ അധികാരം തിരിച്ചു തരും. ഞങ്ങൾ സമരം നിർത്തി. 953 ദിവസം. ഇമ്രാൻ ചോദിച്ചു, ഇതുകൊണ്ടെന്ത് ഗുണമുണ്ടാകും? ആ ഗുണം കാണിച്ചവരാണ് ഞങ്ങൾ. അന്ന് പിന്നെ അവർ പെട്ടെന്ന് UDF ജയിച്ചു, അധികാരം തന്നില്ല. ഞങ്ങൾ 114 ദിവസം ഉമ്മൻചാണ്ടിയുടെ ഉദ്യോഗസ്ഥ കേന്ദ്രത്തിൻ്റെ മുമ്പിൽ സമരം ചെയ്തു. ചില LDFകാർ പറയാറുണ്ട്, നിങ്ങൾ LDFന് മാത്രമല്ലേ സമരം, അല്ല ഉമ്മൻചാണ്ടിക്ക് മുമ്പിൽ സമരം ചെയ്തു. 2012 ഒക്ടോബർ അവസാന വാരം അധികാരം തന്നു. അതിൽ പിന്നെ മറ്റൊരു സംഭവമുണ്ടായി. ആ സംഭവത്തോടുകൂടി ഉമ്മൻചാണ്ടി കേരളത്തിലെ എല്ലാ ബാറുകൾ അടച്ചുപൂട്ടി, 29 5 സ്റ്റാർ ബാറുകൾ ഒഴികെ.
അത് ആ നിയമം നിലവിലുള്ളപ്പം പുതിയൊരു ഷാപ്പും ബാറും തുടങ്ങാൻ സമ്മതിച്ചില്ല. അഭിമാനബോധമുള്ള നാട്ടുകാർ. അങ്ങനെ പിന്നീട് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ മദ്യ നിരോധനമല്ല, മദ്യം കിട്ടലും കുറയ്ക്കലും കൊണ്ടുവരും, മദ്യം നാട്ടിൽ കിട്ടാതാക്കുമെന്ന് പറഞ്ഞ് LDF വന്നിട്ട് പിണറായി അധികാരമേൽക്കുമ്പോൾ 29 ബാറുകളുണ്ട്. ഇപ്പോൾ കേരളത്തിൽ 941 ബാറുകളുണ്ട്. ഈ ഒറ്റ ബാർ മാത്രമുണ്ടായിരുന്ന മലപ്പുറത്ത് 27 ബാറുകളുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും അധികം ഖുർആൻ വായിക്കപ്പെടുന്ന ജില്ലയിൽ പോലും 3 പുതിയ ബാറുകൾ വരുന്നു. 74 ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ കള്ള് ഷാപ്പ് ബാർ സ്റ്റൈൽ സ്റ്റാർ കള്ള് ഷാപ്പ് ടോഡി ഷാപ്പാക്കി കൊണ്ടുവരുന്നു. എന്നിട്ടൊന്നും ആരും മിണ്ടുന്നില്ല. ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് ഇമ്രാനെ, ഇത് ജയിക്കണമോ എന്ന ചോദ്യത്തിന് ജയിക്കണമെന്ന് ആഗ്രഹമുള്ള ആളുകൾ ഈ സമരത്തിൻ്റെ കൂടെ നിന്നാൽ ജയിക്കും. നിങ്ങൾക്കൊന്നും ആഗ്രഹമില്ല. എൻ്റെ മക്കൾ കുടിച്ചോട്ടെ എന്ന് വിചാരിക്കുന്ന രക്ഷിതാക്കൾ, എൻ്റെ മക്കൾ കുടിച്ചോട്ടെ, എൻ്റെ പാർട്ടി വളരട്ടെ എന്ന് വിചാരിക്കുന്ന ചില പാർട്ടി പ്രവർത്തകർ, എൻ്റെ ഗവൺമെൻറ് നിലനിൽക്കണം, ആള് മരിച്ചാലും എന്ന് ആഗ്രഹിക്കുന്ന രാഷ്ട്രീയക്കാർ, ഇവരൊക്കെ ഞങ്ങളോടൊപ്പം വരില്ലല്ലോ. എപ്പോഴാണോ സജ്ജനങ്ങൾ വരുന്നത് അന്ന് സത്യാഗ്രഹം ശക്തമാകും, സത്യാഗ്രഹം വിജയത്തിലെത്തിക്കും. ഇമ്രാൻ അറിയണം, ഞങ്ങൾ രണ്ടും കൽപ്പിച്ചിരിക്കുകയാണ്. ഒന്നുകിൽ സജ്ജനങ്ങൾ സമ്മേളിച്ച് സത്യാഗ്രഹം വലിയ വിജയത്തിലെത്തിക്കണം, അല്ലെങ്കിൽ ഞങ്ങൾ സത്യാഗ്രഹികൾ ഇവിടെ കിടന്ന് ഒരുപക്ഷെ രോഗശയ്യയിലെത്തും, അല്ലെ മൃത്യുശയ്യയിലെത്തും. എൻ്റെ സഹധർമ്മിണിയാണ് ഇരിക്കുന്നത്. അവർ മദ്യ നിരോധന മഹിളാവേദിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. എൻ്റെ അടുത്തിരിക്കുന്നത് നിലമ്പൂർ താലൂക്കിലെ മദ്യനിരോധന സമിതിയുടെ വൈസ് പ്രസിഡന്റ്, ഒരു കാർട്ടൂണിസ്റ്റ് ഗായകൻ കൂടിയായ ഡോക്ടർ റഊഫ് അവർകളാണ്. ഇപ്പുറത്തിരിക്കുന്നത് നിലമ്പൂർ താലൂക്കിലെ ചിന്നേട്ടനാണ്, അദ്ദേഹമാണ് ഓർഗനൈസർ. അപ്പുറത്തിരിക്കുന്നത് ഭൂസമര നായികയും മദ്യനിരോധന മനസ്സിൻ്റെ ഉടമയുമായ ബിന്ദുവാണ്. ഏതായാലും ഞങ്ങൾക്ക് ശുഭപ്രതീക്ഷയുണ്ട്. ഞങ്ങൾ രണ്ടാലൊന്നറിഞ്ഞേ ഇവിടുന്ന് പോകുന്നുള്ളൂ. ഇമ്രാനെ പോലെ ഉള്ളവർക്ക് ആഗ്രഹമുണ്ടോ ഇത് ശക്തിപ്പെടുത്തണമെന്ന്? അങ്ങനെ ഇവിടെ ആളുകൾ ഓരോ ദിവസവും ഓരോ താലൂക്കിൻ്റെ ആളുകളാണ്. നാളെ ഏറനാട് താലൂക്ക് വരുന്നു. ഞങ്ങൾ 2ാം വർഷത്തിലേക്ക് കടക്കുന്നതിൻ്റെ ഒരു മഹാസമ്മേളനം ഈ സെപ്റ്റംബർ ആദ്യവാരം ഇവിടെ നടത്തും. അതുപോലെ ഞങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ 47ാം വാർഷിക സമ്മേളനം ഇവിടെ നടത്തും. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ മദ്യം പോലെ അതിനേക്കാൾ ഭീകരമായ ലഹരിയിൽ പെട്ടുപോകുന്നതിന് ഞങ്ങൾ സർക്കാരിനോട് പറയുന്നു, ഇളം തലമുറ ലഹരിയിൽ പെടാതിരിക്കാൻ മദ്യത്തിനും മറ്റ് ലഹരികൾക്കുമെതിരെയുള്ള ഭാഗങ്ങൾ പാഠപുസ്തകത്തിൽ ചേർക്കണം, 3ാം ക്ലാസ് മുതൽ കോളേജ് തലം വരെ. അങ്ങനെയാണെങ്കിൽ കുട്ടികൾ വീട്ടിൽ നിന്ന് വായിക്കുമ്പോൾ കുടിക്കുന്ന രക്ഷിതാവിന്, ലഹരി ഉപയോഗിക്കുന്ന രക്ഷിതാവിന് ഒരു ജാള്യത തോന്നും. കുടിച്ചുകൊണ്ട് ക്ലാസ് എടുക്കുന്ന കുടിയനായ അധ്യാപകന് ഒരു ഉളുപ്പ് തോന്നും, വെല്ലുവിളി തോന്നും. സർവോപരി നമ്മളെപ്പോലെ പാഠപുസ്തകങ്ങളിലാണ് നമ്മൾ നന്മ ആർജിക്കുന്നത്. നമ്മുടെ മക്കളൊക്കെ പാഠപുസ്തകത്തിലൂടെ പഠിച്ചുയരും. മദ്യവും മറ്റ് ലഹരികളും ആപത്താണ്, അത് പിശാചിൻ്റെ ഉപകരണങ്ങളാണ്. ഖുർആൻ 5-ാം അധ്യായത്തിൽ 98-ാം വാക്യം പറയും പോലെ, ഓ സത്യവിശ്വാസികളെ, മദ്യപാനവും ചൂതാട്ടവും അതുപോലെ പ്രശ്നം നോക്കുന്ന അമ്പുകളും വിഗ്രഹാരാധനയും എല്ലാം പിശാചിൻ്റെ മാർഗങ്ങളാണ്. അതിൽ പെടുന്നവന് ജീവിത വിജയം സാധ്യമല്ല. അതുകൊണ്ട് അവസാനിപ്പിക്കൂ. അങ്ങനെയുള്ള വാക്യങ്ങളൊക്കെ പഠിച്ച നാട്, നന്മ കൽപ്പിക്കാനും തിന്മ വിരോധിക്കാനും ആഹ്വാനം ചെയ്യുന്നു ആലി ഇമ്രാനുള്ള ഖുർആൻ. നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക. നന്മ കൽപ്പിക്കാൻ മിടുക്കന്മാരാണ് മുസ്ലിങ്ങൾ, തിന്മ വിരോധിക്കാൻ അവർ വരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, റസൂൽ പറഞ്ഞിട്ടുണ്ട്, ഈ ആയത്ത് അള്ളാഹുവിൻ്റെ കൽപ്പന നിങ്ങൾ അവഗണിച്ചാൽ, അതിനെ മറന്നുപോയാൽ, നിസ്സാരമായി കണ്ടാൽ മറ്റൊരു ഇബാദത്ത് കൊണ്ടും അവൻ സംപ്രീതനാകുകയില്ല. അതുകൊണ്ട് നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്ന് പറയാൻ ബാധ്യതപ്പെട്ട സമൂഹത്തിൻ്റെ ഭൂരിപക്ഷമുള്ള നാട്ടിലാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. മത നേതാക്കൾ ഇറങ്ങും, മത നേതാക്കളെ മത അനുയായികൾ നിർബന്ധിക്കും, ഹിന്ദുവിൻ്റെയും ക്രിസ്ത്യാനിയുടെയും ഇസ്ലാമിൻ്റെയും ഒക്കെ. അങ്ങനെ ഈ സത്യാഗ്രഹം വിജയത്തിലെത്തും. വിജയിക്കുമോ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം, ഇത് വിജയിപ്പിച്ചവരാണ് ഞങ്ങൾ. ഒരു കാലത്ത് അത് KT ജലീൽ മന്ത്രി ആ പാർട്ടി അട്ടിമറിച്ചതാണ്. ഞങ്ങൾ എല്ലാ തെരഞ്ഞെടുപ്പിലും ഇടപെടുന്നുണ്ട്. നാടെങ്ങും മദ്യമൊഴുക്കി കുടുംബം തകർക്കുന്ന LDF-നെ തിരുത്തുക. ഈ പഞ്ചായത്ത് ഇലക്ഷനിൽ ഞങ്ങൾ ഇടപെടും. 100ഓളം തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ മലപ്പുറത്ത് അവിടെയൊക്കെ ഇടപെടും. ഏതായാലും ഞങ്ങൾ വിജയപ്രതീക്ഷയുള്ളവരാണ്. ഇൻഷാ അല്ലാഹ് ദൈവം കാക്കട്ടെ. ഞാൻ അവസാനിപ്പിക്കുന്നു. ഇനി വല്ല ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം.